ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വനെ ശ്രുതി ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു സ്റ്റാഫ് വന്ന് കോളിംഗ് ബെൽ അടിക്കാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അശ്വിന് ശല്യമാവാണ്. അച്ഛൻ പോയി വാതിൽ തുറന്നത് ആ സ്റ്റാഫിനെ കാണാണ് കേട്ടോ. എന്താ വന്നത് എന്നങ്ങ് ചോദിക്കുന്ന നേരം അയാൾ പറയും, സാറിന്റെ വൈഫ് ശ്രുതി മാഡം എന്നെ വിളിച്ചിരുന്നു. മാഡം വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. സാറിനായിട്ട് എന്തോ അത്യാവശ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എന്നോട് പെട്ടെന്ന് വന്നിട്ട് ഈ മൊബൈൽ ഇവിടെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് പറയണേ. അങ്ങനെ അശ്വിൻ വാങ്ങിയിട്ട് സംസാരിക്കുന്ന നേരം, അതെ സാറേ, ഞാനിപ്പോഴും അങ്ങയുടെ സർവീസിന് വേണ്ടി കാത്തിരിക്കുകയാണേ, അതൊന്ന് പറയാന്ന് വെച്ചു. പിന്നെ സാറിന് ഈ രാത്രി ഒരാവശ്യമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ പറഞ്ഞു വിട്ടത്. എന്താ ശ്രുതി ഇത്? പിന്നെ സാറിന്റെ മൊബൈലൊക്കെ ഒന്ന് ഓണാക്കി വെക്കണേ, അല്ലെങ്കിൽ വീണ്ടും സ്റ്റാഫുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങ് ഫോൺ കട്ട് ചെയ്ത് അയാളുടെ കയ്യിൽ അങ്ങ് തിരിച്ചേൽപ്പിക്കാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ റൂമിലേക്ക് പോകുന്നു. ശ്രുതി ആണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ. അശ്വിൻ സാറാം, ഈ ശ്രുതികുമാരി ലക്ഷ്മിയുടെ അടുത്താണ് ഈ കളി, അത് നിങ്ങൾ മറക്കുന്നു. ഈ രാത്രി ഉറങ്ങാതിരിക്കാൻ എന്റെ കയ്യിൽ ഒരുപാട് ട്രിക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ഫോൺ അങ്ങ് വാങ്ങാണ് കേട്ടോ. പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോൾ അവിടെ അശ്വൻ വന്നിട്ടുണ്ടാവും. അശ്വനാണ് ആ ഫോൺ വാങ്ങിയത്. നിങ്ങളെന്താ ഇവിടെ? മനത്തുനിന്ന് ഇപ്പൊ പൊട്ടി വീണതാ. എന്തിനാ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഒരു സർവീസും എനിക്ക് രാത്രി ആവശ്യമില്ല എന്നുള്ള കാര്യം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അപ്പോ നിങ്ങൾക്ക് ഒരു സർവീസും ആവശ്യമില്ല അല്ലേ രാത്രി? എങ്കിൽ ഞാൻ ഉറങ്ങിക്കോട്ടെ. ഓക്കെ, നീ ഉറങ്ങിക്കോ. എങ്കിലും ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ആ സോഫയിൽ തന്നെ ആയിരിക്കും കേട്ടോ കിടക്കുക. അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അശ്വനാണെങ്കിൽ ശ്രുതി കിടക്കുന്ന ആ കാലിന്റെ സൈഡിലായിരിക്കും കേട്ടോ ഇരിക്കുമ്പോൾ തന്നെ ശ്രുതി ഒരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ടേ. പിന്നെ പോരാത്തതിന് കൂർക്കും വലിക്കുന്നുണ്ട്. അശ്വൻ കുറച്ചു നേരം നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി എണീറ്റ് ശ്രുതിയും എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി കിടത്താണ് കേട്ടോ. അശ്വിൻ്റെ ഷർട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരിക്കും. അതൊക്കെ വിടുത്തുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ കൈ അങ്ങ് പിടിക്കുകയാണേ. അങ്ങനെ അശ്വിന് അവിടെ പോവാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി പെട്ടെന്ന് അങ്ങ് ഉണർന്നു പോവാണ്. അല്ല, നിങ്ങൾ പോയില്ലേ? എന്നെ അതിന് പോവാൻ നീ വിടണ്ടേ? ഇപ്പോൾ തന്നെ നിന്റെ കൈ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുവല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ കൈ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആ റൂമിലേക്ക് നോക്കുകയാണ് കേട്ടോ. ഞാനെങ്ങനെ ഇവിടെ വന്നു? ഞാനാ നിന്നെ എടുത്ത് ഇവിടെ കിടത്തിയത്. എന്നിട്ട് ഉടനെ തെളിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കിയതാ. അപ്പോഴാ നീ എൻ്റെ ഷർട്ട് കയറി പിടിച്ചത് എന്നും പറഞ്ഞ് ശ്രുതി എങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ ഡീൽ ടൈമിലാ, എന്താ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണ്ടേന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ചെയ്തു തരണ്ട, നീ ഉറക്കം തുടർന്നോ, കിടന്നുറങ്ങിക്കോളാൻ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.